കേരളത്തിലെ ഏറ്റവും ഭീകരമായിട്ട് വർഗീയത പറയുന്നത് ശശികല ടീച്ചറാന്നൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് രണ്ട് ശശികല ടീച്ചർമാരെയാണ്. ഒന്ന് തട്ടമിടാത്ത ശശികല ടീച്ചർ, ഒന്ന് തട്ടമിട്ട ശശികല ടീച്ചർ. രണ്ടുപേരെയും കേൾക്ക്. ഭക്തിയില്ലാത്തവർക്കുള്ളതല്ല. ഭക്തിയില്ലാത്തവർ ഭരിക്കാൻ വരുമ്പോൾ അതിനെ തടയാൻ നമുക്ക് സാധിക്കണം. താൽക്കാലികമായ വ്യക്തി വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും കൊണ്ട് നശിപ്പിക്കാനുള്ളതല്ല എന്ത് സമൂഹത്തിന്റെ ഐക്യമെന്ന് മനസ്സിലായില്ലേ? ഭക്തിയില്ലാത്തവർ ഭരിക്കാൻ വരുമ്പോൾ അവരെ നമ്മൾ തടയണമെന്നാ പറഞ്ഞേ. അതായത് ഒരു നാട് ഭരിക്കാൻ യോഗ്യരായിട്ടുള്ളത് ഭക്തിയുള്ളവർ മാത്രമാണ്. സോ സിമ്പിൾ. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭക്തിയൊന്നുമില്ല. അവരെ ഭരിക്കാൻ അനുവദിക്കരുതെന്ന് പച്ച മലയാളത്തിലുണ്ട് പറഞ്ഞാൽ മതി. അതിന് പകരം ഇങ്ങനെ മൂക്ക് പിടിക്കലൊക്കെ വേറെ രീതിയിലായിരിക്കും. എന്റെ സുഹൃത്തുക്കളെ, ഇതാണ് ശശികല ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു വിഷകല എന്നൊക്കെ പലരും വിളിക്കുന്ന ആളുടെ രീതി. എന്തൊരു ഭീകരമായിട്ടുള്ള രീതിയിലാണ് ഹിന്ദു സമൂഹം ഒരുമിക്കണം. ഇവിടുത്തെ മുസ്ലിം സമൂഹം ഹിന്ദു സമൂഹത്തിനെതിരെയാണ്. ഹിന്ദു സമൂഹത്തിലെ കുറെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊണ്ടുപോയിട്ട് മാപ്പിളമാരാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കരകരമായിട്ടുള്ള വർത്തമാനങ്ങളാണ് നിരന്തരം പറയാറുള്ളത്. അവസാനം ഇതാ നമ്മുടെ ഈ ഒരു ഇലക്ഷനിലാണ് ഹിന്ദു MLA എന്ന് പറയുന്ന വാക്കുകളൊക്കെ ഭീകരമായിട്ട് നമ്മൾക്ക് കേൾക്കാൻ തുടങ്ങി. അതിനധികം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഈ ശശികല ടീച്ചർ. സംഗതി അവിടെ കിടക്കട്ടെ, വേറൊരാളെ കളിപ്പിച്ചു തരാം. ചിലപ്പോ വ്യത്യസ്തരായിരിക്കും, പക്ഷേ ഒരു തരത്തിലും ഒരവസ്ഥയിലും നമ്മൾ ഭിന്നിച്ചു പോകരുത്. നമ്മൾ ഒന്നിച്ചു നിൽക്കാനുള്ളവരാണ്. നമ്മളെങ്ങാനും ഭിന്നിച്ചു പോയാൽ പരാജയമായിരിക്കും ഫലം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. എന്റെ സുഹൃത്തുക്കളെ, ഇവരെ പേര് എനിക്കറിയില്ല. പക്ഷേ ഇവരിപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വർഗീയമായിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. മുസ്ലിം ആയതുകൊണ്ട് മാത്രം മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന രീതിയിലാണ് ഇവർ വോട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള സംഗതി ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കേരളത്തിൽ തട്ടമിട്ടതും തട്ടമിടാത്തതുമായിട്ടുള്ള ശശികലമാരുണ്ട്. ഇവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഓരോ ഇലക്ഷൻ വരുമ്പോഴും നമ്മുടെ മുമ്പിലേക്ക് ഇത്തരം വർഗീയ ശക്തികൾ കൊഴലൂത്തുമായിട്ട് എത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇവർ നമുക്കൊരു ഉപകാരം ചെയ്യാത്ത ആളുകളാണ്. നമുക്ക് ഉപദ്രവം മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ്. ഇവർ നമുക്ക് ഉപകാരം ചെയ്യില്ല എന്ന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന്റെ സമാധാനപരമായിട്ടുള്ള ജീവിതത്തെ തകർക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏറെക്കാലമായിട്ട് സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്ന ഗുരുവായൂരില് ഒരു വിഷവിത്ത്, ഒരു സംശയത്തിന്റെ ഒരു വിഷവിത്ത് ഇപ്പോൾ പാകിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ശശികലമാരും ഒപ്പം തന്നെ ഗോപാലകൃഷ്ണന്മാരും. അത് എത്രയോ കാലമായിട്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു ക്ഷേത്രമുള്ള പരിസരത്ത് എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല എന്നുള്ള ഒരു വിഷവിത്താണ് നാട്ടിക്കഴിഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കുക, ശരിയാണല്ലോ, ഒരു അമ്പലത്തിന്റെ അവിടെ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്ന ഒരു മണ്ഡലത്തിൽ അപ്പോൾ ഒരു ഹിന്ദു MLA വേണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അതൊരു അപകടമാണ്. അങ്ങനെയാണെങ്കിൽ എന്തോരം അമ്പലങ്ങളിൽ എന്തോരം മണ്ഡലങ്ങളിലുണ്ട്. ഈ മണ്ഡലത്തിലെല്ലാം ഹിന്ദു MLA വേണമെന്ന് നാളെ ഇവർ പറയില്ലേ? ഇവിടെ എത്രത്തോളം പള്ളികളുണ്ട്, ആ പള്ളികൾ നിലനിൽക്കുന്ന സ്ഥലത്ത് മുഴുവൻ മുസ്ലിം MLAമാർ മതി എന്ന് പറയില്ലേ? ഇവിടെ എന്തോരം ക്രിസ്ത്യൻ പള്ളികളുണ്ട്, അവിടെയെല്ലാം അടുത്ത ദിവസം മുതൽ ക്രിസ്ത്യൻ അച്ഛന്മാര് MLAമാരായിട്ട് വേണമെന്ന് അവർ പറയില്ലേ? അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ നമ്മുടെ കേരളം 3, 4, 5, 6 വേർതിരിഞ്ഞു പോകുന്ന രീതിയിലേക്ക് നമ്മൾ മാറില്ലേ? നശിക്കില്ലേ നമ്മുടെ കേരളത്തിന്റെ സമാധാനാന്തരീക്ഷം? ഇങ്ങനെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കുന്ന ഇത്തരം ടീമുകളൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. സൂക്ഷിക്കുക എന്ന് മാത്രമാണ് ആസ് എ യൂട്യൂബർ എനിക്ക് പറയാനുള്ളത്. ബൈ. അത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാലോ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. എനിക്ക് പേര് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആരാണ് നമ്മളുടെ എതിരാളി എന്നും നമുക്കറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കെട്ടിപ്പോയ ഒരാളുണ്ടല്ലോ, അവരിപ്പോഴും ഇവിടേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മളോട് വോട്ടഭ്യർത്ഥിക്കുവാൻ വേണ്ടിയിട്ട്. ഈ കാസർഗോഡ് മണ്ഡലം കണ്ടിട്ട് ഒരാളും പണി പിടിച്ചിറക്കേണ്ടതില്ല, അവിടെ തന്നെ പുറത്തിറങ്ങേണ്ടി വരുമെന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഷാനവാസ് ബാദൂർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. രാവിലെ ഒരു കൊടി പിടിച്ച്, ഉച്ചക്ക് മറ്റൊരു കൊടി പിടിച്ച്, വൈകുന്നേരം
ഇരുമുടി പിടിച്ച് മുനാഫിക്കിന്റെ പണിയെടുത്തുകൊണ്ട് നമ്മളോട് ഓട്ടത്തെത്തിക്കുവാൻ വരികയാണെങ്കിൽ നിങ്ങളുടെയും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള പിണറായി വിജയൻ എന്ന സഖാവുണ്ടല്ലോ, ആ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമുക്കും പറയാനുണ്ട്, കടക്കൂപ്പുറത്ത്